രാഹുൽ ഗാന്ധി പറയുമ്പോ 2004 മുതൽ 2014 വരെ ഈ രാജ്യം ഭരിച്ച UPA ഗവൺമെന്റ് ഏതാണ്ട് 53 മില്യൺ തൊഴിലവസരങ്ങൾ ഈ രാജ്യത്ത് ഉണ്ടാക്കി എന്ന കണക്കുകൾ നമ്മുടെ മുമ്പിലുണ്ട്. പ്രിയങ്കരനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് കേരളത്തിന്റെ വ്യവസായ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോ അദ്ദേഹം തുടങ്ങി വെച്ച സ്റ്റാർട്ടപ്പ് വില്ലേജുകൾക്ക് അത് മാതൃകയാക്കി ഈ രാജ്യത്ത് പുതിയ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുന്നവർക്ക് 3 വർഷം ചുവപ്പ് നാടയിൽ കുടുങ്ങി അവരുടെ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങണമെന്ന മോഹം ഉപേക്ഷിക്കേണ്ട ഒരു ഗതികേട് ഈ രാജ്യത്തുണ്ടാകില്ല എന്ന് പ്രഖ്യാപിച്ച ശ്രീമാൻ രാഹുൽ ഗാന്ധി ഈ രാജ്യത്തെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം പുതിയ പ്രതീക്ഷകൾ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. എന്നാൽ നോക്കൂ, ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി കഴിഞ്ഞ 5 വർഷക്കാലം ഈ രാജ്യം ഭരിച്ചപ്പോ രാജ്യത്തിന്റെ 40 വർഷത്തെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ്, തൊഴിലില്ലായ്മ കണക്കുകൾ പരിശോധിക്കുമ്പോൾ 40 വർഷത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥിതിവിശേഷം നമ്മുടെ രാജ്യത്തുണ്ടായത് നരേന്ദ്രമോദി ഈ രാജ്യം ഭരിക്കുമ്പോഴാണ്. UPയെ കുറിച്ച് ഓർക്കുമ്പോ, UPയെ കുറിച്ച് പറയുമ്പോ, UP ഈ രാജ്യം ഭരിക്കുമ്പോ ഡോക്ടർ മൻമോഹൻ സിംഗ് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി നിൽക്കുമ്പോ നമുക്ക് അദ്ദേഹത്തെ വലിയ വിലയുണ്ടായിരുന്നില്ല എന്നതൊരു വസ്തുതയായി നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ നരേന്ദ്രമോദി 5 വർഷം ഈ രാജ്യം ഭരിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ആക്ഷേപിച്ച ഡോക്ടർ മൻമോഹൻ സിംഗ്, മൗനി ബാബ എന്ന VS അച്യുതാനന്ദൻ വിശേഷിപ്പിച്ച ഡോക്ടർ മൻമോഹൻ സിംഗ്, റോബോട്ടിനെ പോലെ നടക്കുമെന്ന് കളിയാക്കിയ ഡോക്ടർ മൻമോഹൻ സിംഗ് ഈ കഴിഞ്ഞ 5 വർഷക്കാലം രാജ്യം ഭരിച്ച ആളുകൾക്ക് മുമ്പിൽ എപ്പോഴും സംസാരിക്കാൻ കഴിവുണ്ട് എന്ന് BJP വിശേഷിപ്പിക്കുന്ന നരേന്ദ്രമോദിയേക്കാൾ മികച്ച ഭരണാധികാരി ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു എന്ന് രാജ്യം വിലയിരുത്തുന്നത് നമ്മൾ കാണുകയുണ്ടായി. ഞാൻ ചോദിക്കട്ടെ, 2004 മുതൽ 2014 വരെയാണ് UPA ഈ രാജ്യം ഭരിച്ചത്. ഇന്ന് രാഹുൽ ഗാന്ധി വന്നിട്ട് പറയുന്നു, അടിസ്ഥാന വേതനമായി ഒരു വർഷം 72,000 രൂപ ഞങ്ങൾ ഉറപ്പുവരുത്തും ഒരു കുടുംബത്തിൽ എന്ന് പറഞ്ഞാൽ മാസം 6,000 രൂപ, ഒരു വർഷം 72,000 രൂപ. ആളുകൾ ചോദിക്കും, ഇത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടല്ലേ? ഒരു തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ എത്തി നിൽക്കുമ്പോ 72,000 രൂപ വാർഷിക വരുമാനം ഉറപ്പുവരുത്തുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞാൽ എങ്ങനെയാ വിശ്വസിക്കുക? കമ്മ്യൂണിസ്റ്റുകാരൻ ചോദിക്കുന്ന ചോദ്യമാണ്, BJP-കാരൻ ചോദിക്കുന്ന ചോദ്യമാണ്. എന്നാൽ അവരോട് നമുക്ക് പറയാൻ സാധിക്കും, 2004 മുതൽ 2014 വരെ UP ഈ രാജ്യം ഭരിക്കുമ്പോ ഈ രാജ്യത്തെ ജനങ്ങളുടെ മുമ്പാകെ നമ്മൾ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ദിവസ വരുമാനമായി 125 രൂപ ഉറപ്പുവരുത്തും. ഒരു ദിവസം ഒരു കുടുംബത്തിന്റെ കയ്യിൽ 125 രൂപ, ഒരു വർഷം ഏറ്റവും ചുരുങ്ങിയത് 100 തൊഴിൽ ദിനങ്ങളെങ്കിലും ഞങ്ങൾ ഉറപ്പുവരുത്തുമെന്ന് UPA പറഞ്ഞപ്പോ BJP വിശ്വസിച്ചോ? ഓർക്കുന്നില്ലേ നിങ്ങൾ? അരുൺ ജെയ്റ്റ്ലി രാജ്യവ്യാപകമായി UPയുടെ ആ പദ്ധതിയെ കളിയാക്കി. 125 രൂപ ഒരു കുടുംബത്തിന് കൊടുക്കുക. അന്ന് UPA പറഞ്ഞു, ഞങ്ങൾ കൊടുക്കും എന്ന് മാത്രമല്ല, ഇത് സ്ത്രീകളുടെ കയ്യിൽ കൊടുക്കും. മലയാളിയെ സംബന്ധിച്ചിടത്തോളം 125 രൂപ ദിവസ വരുമാനം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ തുകയല്ല. എന്നാൽ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ, ഉത്തരേന്ത്യയിൽ, UPയിൽ, ബീഹാറിൽ, ജാർഖണ്ഡിൽ അവിടെയുള്ള കൽക്കരി തൊഴിലാളികൾക്ക് ഒരു ദിവസം കിട്ടുന്ന വരുമാനം 30 രൂപയാണ്. അന്ന് തോട്ടം തൊഴിലാളികൾക്ക് അന്ന് കിട്ടുന്ന വരുമാനം 30 രൂപയാണ്. അപ്പോഴാണ് UPA 125 രൂപ പ്രഖ്യാപിക്കുന്നത്. അപ്പൊ ഈ തൊഴിലാളികൾ പറഞ്ഞു, ഞങ്ങൾ ഇനി കൽക്കരി തൊഴിലാളികൾ തൊഴിലിടങ്ങളിലേക്ക് ഞങ്ങൾ പോകുന്ന പ്രശ്നമില്ല, തോട്ടം തൊഴിലിടങ്ങളിലേക്ക് ഞങ്ങൾ പോകുന്ന പ്രശ്നമില്ല. എന്തിനു പോകണം? തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി ഞങ്ങൾക്ക് ഇവിടെ 125 രൂപ കിട്ടുമ്പോ പിന്നെ കേവലം 30 രൂപക്ക് ഞങ്ങൾ എന്തിനു വരണം? ആ തൊഴിലിടങ്ങളിൽ തൊഴിലാളികളെ കിട്ടാതായി. അവസാനം ഗത്യന്തരമില്ലാതെ ആ തൊഴിലുടമകൾ 125 ആക്കി. അപ്പൊ UP എന്ത് ചെയ്തു? 150 ആക്കി. പിന്നെയും തൊഴിലാളികളെ കിട്ടാതെ വന്നപ്പോ അവർ വീണ്ടും 150 ആക്കി. അപ്പൊ UP എന്ത് ചെയ്തു? 180 ആക്കി.
അവസാനം ഗത്യന്തരമില്ലാതെ ആ തൊഴിലുടമകൾ 180 രൂപയാക്കേണ്ടി വന്നു. നിങ്ങൾ അറിയണം, 30 രൂപ ദിവസക്കൂലി ഉണ്ടായിരുന്ന ആ നാടുകളിലെ തോട്ടം തൊഴിലാളികൾക്കും അതുപോലെ തന്നെ കൽക്കോൽ തൊഴിലാളികൾക്കും 30 രൂപ ഉണ്ടായിരുന്നത് ഒറ്റയടിക്ക് 180 രൂപയാക്കിയ വിപ്ലവം നമ്മുടെ രാജ്യത്തുണ്ടാക്കിയ ഒരു ഗവൺമെന്റാണ് 10 വർഷക്കാലം 2004 മുതൽ 2014 വരെ ഈ രാജ്യം ഭരിച്ചത്. അതുകൊണ്ടാണ് അന്നത്തെ ബറാക് ഒബാമ, അമേരിക്കയുടെ പ്രസിഡന്റ്, അദ്ദേഹം പറഞ്ഞു, ലോകം മുഴുവനും സാമ്പത്തികമായി രാജ്യങ്ങൾ തകർന്നു തരിപ്പണമായപ്പോ ഒരു രാജ്യം തകരാതെ പിടിച്ചു വന്നു. ആ രാജ്യത്തിന്റെ പേര് ഇന്ത്യ എന്നാണ്. നിങ്ങൾക്കത് പഠിക്കണമെങ്കിൽ ഒരു മനുഷ്യനിലേക്ക് നിങ്ങൾ നോക്കുക. ആ മനുഷ്യന്റെ പേര്, ആ രാജ്യത്തിലെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ആണെന്ന് ബറാക് ഒബാമ ലോകത്തോട് വിളിച്ചു പറയുന്നത് നമ്മൾ കാണുകയുണ്ടായി. എത്ര പദ്ധതികളാണ് അന്ന് 10 വർഷക്കാലം ഈ രാജ്യം ഭരിച്ച UPA ഗവൺമെന്റ് ഈ രാജ്യത്ത് നടപ്പിലാക്കിയത്? നിങ്ങൾക്കറിയോ, മദ്രസയിൽ കണക്ക് പഠിപ്പിക്കാൻ, സയൻസ് പഠിപ്പിക്കാൻ മാസം തോറും പണം കൊടുത്തിരുന്നു എന്ന് പറഞ്ഞ നിങ്ങൾക്ക് വിശ്വാസം വരുമോ? അന്വേഷിച്ച് നോക്കിയാൽ ഈ വേങ്ങര മണ്ഡലത്തിൽ പോലും പല മദ്രസകളും വാങ്ങിയിട്ടുണ്ടാകും. മദ്രസയുടെ അടിസ്ഥാന വികസനത്തിന് വേണ്ടി പ്രധാനമന്ത്രിയുടെ 15 പദ്ധതിയുടെ ഭാഗമായി പണം അനുവദിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയോ? ഈ വേങ്ങര മണ്ഡലത്തിൽ, ഈ മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിലടക്കമുള്ള പല മദ്രസകളിലും അത്തരം പണം എത്തിയിട്ടുണ്ട് എന്നുള്ളത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എത്ര പദ്ധതികൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പിലാക്കിയ ഒരു ഗവൺമെന്റ് ആയിരുന്നു UPA ഗവൺമെന്റ്. മായം ചേർക്കാത്ത ഭക്ഷണം നമ്മുടെ ഒരു പൗരന്റെ അവകാശമാക്കി. റൈറ്റ് ഇൻഫർമേഷൻ ആക്ട്, വിവരാവകാശ നിയമം ഈ രാജ്യത്ത് നടപ്പിലാക്കി. എന്താ വിവരാവകാശ നിയമം? സാധാരണഗതിയിൽ ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം കിട്ടണമെങ്കിൽ MLAക്ക് മാത്രമേ അർഹതയുണ്ടായിരുന്നുള്ളൂ, MP മാത്രമേ അർഹതയുണ്ടായിരുന്നുള്ളൂ. MP പാർലമെന്റിൽ ചോദിച്ചാൽ ഉത്തരം ലഭിക്കണം, MLA നിയമസഭയിൽ ചോദിച്ചാൽ ഉത്തരം ലഭിക്കണം. എന്നാൽ ഒരു സാധാരണ പൗരൻ 10 രൂപ കോർട്ട് ഫീസ് സ്റ്റാമ്പ് ഒട്ടിച്ച് ഒരു വെള്ളപ്പേപ്പറിൽ അപേക്ഷ കൊടുത്താൽ ഈ രാജ്യത്തെ ഉദ്യോഗസ്ഥന്മാർ അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥമായ ഒരു നിയമം ഉണ്ടാക്കി ഈ രാജ്യത്ത്. ആ നിയമം രാജ്യത്തുണ്ടാക്കിയത് കൊണ്ടാണ് കൊച്ചാപ്പയുടേതടക്കം ബന്ധു നിയമമടക്കമുള്ള തെളിവുകൾ നമുക്ക് പുറത്തുവിടാൻ നമുക്ക് സാധ്യമായത്. ആ നിയമം ഈ രാജ്യത്ത് നടപ്പിലാക്കിയത് കൊണ്ടാണ്. ആ UPA വന്നിട്ടാണ് 72,000 രൂപ വാർഷിക വരുമാനം ഉറപ്പുവരുത്തും എന്ന് പ്രഖ്യാപിക്കുന്നത്. വിശ്വസിക്കാൻ കഴിയോ? ഇല്ലേ? നിങ്ങൾ ചിന്തിക്ക്. നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു കാര്യം എടുത്തു പറയാൻ നമുക്കൊരു 100,000 കാര്യങ്ങൾ 10 വർഷം നടപ്പിലാക്കിയത് നമുക്ക് പറയാൻ സാധിക്കും. ഒരു കാര്യം നടപ്പിലാക്കിയത് പറയാൻ സാധിക്കുമോ? നോട്ട് നിരോധനം പാടെ പരാജയപ്പെട്ടു, GST പരാജയപ്പെട്ടു, പെട്രോളിന്റെയും ഡീസലിന്റെയും വില കൂടി, വാതകത്തിന്റെ വില കൂടി. ഒരു കാര്യവും അവകാശപ്പെടാനില്ലാത്തതുകൊണ്ട് പിന്നെ ചെയ്യുന്ന പണി എന്താണ്? ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിലടിപ്പിക്കുക. UPA മുഖ്യമന്ത്രി യോഗി പറയുന്നത് മുസ്ലിം ലീഗ് ഒരു വൈറസ് ആണെന്നാണ്. മുസ്ലിം ലീഗ് വൈറസ് ആണോ? കോൺഗ്രസ് വൈറസ് ആണോ? UDF വൈറസ് ആണോ? UPAയിലെ ഏതെങ്കിലും ഘടകകക്ഷികൾ വൈറസ് ആണോ? ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം ലീഗ് ഈ രാജ്യത്തെ ഏതെങ്കിലും ആരാധനാലയം തകർത്തിട്ടുണ്ടോ? മുസ്ലിം ലീഗ് ഈ രാജ്യത്തെ ഏതെങ്കിലും ജനവിഭാഗത്തെ മതത്തിന്റെ പേരിൽ കൊന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നില്ല. ആക്രമിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ കഴിയോ? ഈ നാട്ടിൽ ജനിച്ചവർ ഈ ജനിച്ച മണ്ണിൽ നിന്ന് മാറ്റി ഓടിക്കപ്പെടണം എന്ന് ഏതെങ്കിലും സമുദായത്തെ കുറിച്ച് ലീഗ് പറഞ്ഞിട്ടുണ്ടോ? ഈ നാട്ടിൽ ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിലടിപ്പിക്കാൻ ലീഗ് കൂട്ടുനിന്നിട്ടുണ്ടോ? ഈ നാട്ടിൽ വർഗീയ കലാപം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഈ നാട്ടിൽ പശുവിന്റെ പേരിൽ ആരെ കൊന്നിട്ടുണ്ടോ? ഇതൊക്കെ ചെയ്തത് ആരാണ്? യോഗിയുടെ പാർട്ടിയാണ്, BJP ആണ്, RSS ആണ്, സംഘപരിവാരമാണ്. ലീഗിനെ കുറിച്ച് വൈറസ് എന്ന് പറഞ്ഞതിൽ കുറച്ച് ശരിയുണ്ട്. എന്താണ് ശരി? ഇവരുണ്ടാക്കുന്ന ഈ വൈറസിനെ തുരത്താനുള്ള ആന്റിവൈറസ് ആണ് പാണക്കാട്ടെ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും കോൺഗ്രസും എന്ന് UDF എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും. ഭരണ നേട്ടങ്ങൾ പറയാൻ കഴിയാത്തത് കൊണ്ട് ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിലടിപ്പിക്കുക, ഈ രാജ്യത്ത് വിഭാഗീയത ഉണ്ടാക്കുക, അതുവഴി ഭൂരിപക്ഷ സമുദായത്തെ കൂടെ നിർത്തി രാജ്യത്തിന് അധികാര കസേരയിൽ വരാൻ കഴിയുമോ എന്ന് പരിശോധിക്കുക.
ആ നോട്ടം ഇത്തവണ വിലപ്പോവില്ല എന്നതിന്റെ ഉദാഹരണമാണ് ഏറ്റവും ഒടുവിൽ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോ ആ തെരഞ്ഞെടുപ്പിലെ ജനവിധി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ആ BJPയെ തോൽപ്പിക്കാൻ, RSSനെ തോൽപ്പിക്കാൻ, നരേന്ദ്രമോദിയെ താഴെയിറക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ ആർക്ക് വോട്ട് ചെയ്യണം എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. നരേന്ദ്രമോദിയും BJPയും സംഘപരിവാരങ്ങളും ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടി നോക്കുന്നു. അങ്ങനെ നിൽക്കുമ്പോ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഒരുമിച്ച് നിൽക്കണം. നിങ്ങൾ നോക്കൂ, രാജ്യവ്യാപകമായി അങ്ങനെയുള്ള ഒരുമിച്ച് നിൽക്കൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാൻ ദീർഘിപ്പിക്കുകയല്ല. ദേശീയ തലത്തിൽ അങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. JDSന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ഡാനിഷ് അലിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ജനതാദൾ സെക്കുലറിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ് ഡാനിഷ് അലി. ആ ഡാനിഷ് അലി ഇപ്പൊ മത്സരിക്കുന്നത് ഉത്തർപ്രദേശിൽ BSPയുടെ ടിക്കറ്റിലാണ്. ഡാനിഷ് അലി സാങ്കേതികമായി രാജിവെച്ചു. ജലീൽ രാജിവെച്ചതുപോലെ സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ വേറൊരു പാർട്ടിയിൽ പോയി ചേർന്നതല്ല. ദേവഗൌഡയുടെ അനുഗ്രഹാശിസുകളോടെ, കുമാരസ്വാമിയുടെ ആശീർവാദത്തോടെ സാങ്കേതികമായി JDSൽ നിന്നും രാജിവെച്ച് വേറൊരു പാർട്ടിയുടെ ടിക്കറ്റിൽ പോയി മത്സരിക്കുക. എന്തിനാ? ഡാനിഷ് അലി മത്സരിച്ചാലേ BJPയെ തോൽപ്പിക്കാൻ ഉത്തർപ്രദേശിൽ സാധിക്കുകയുള്ളൂ. പക്ഷേ JDSന്റെ ടിക്കറ്റിൽ മത്സരിച്ചാൽ JDSനെ ആ നാട്ടുകാർക്ക് പരിചയമില്ല. ആ നാട്ടുകാർക്ക് പരിചയമുള്ളത് BSPയാണ്. BSPയുടെ ചിഹ്നത്തിൽ മത്സരിച്ചാലേ ആളുകൾക്ക് ആ ചിഹ്നം പരിചയമുള്ളൂ. അതുകൊണ്ട് ഡാനിഷ് അലി സാങ്കേതികമായി JDSൽ നിന്നും രാജിവെച്ച് BSPയുടെ ടിക്കറ്റിൽ മത്സരിക്കുന്നു ഉത്തർപ്രദേശിൽ. നിങ്ങൾ നോക്കൂ, ബീഹാറിൽ ലോക് താന്ത്രിക് ജനതാദളിന്റെ ദേശീയ അധ്യക്ഷനാണ് ശരദ് യാദവ്. നമ്മുടെ വീരേന്ദ്രകുമാറിന്റെ ഇപ്പോഴത്തെ പാർട്ടിയാണ്. അതിന്റെ ദേശീയ അധ്യക്ഷൻ ഇപ്പൊ മത്സരിക്കുന്നത് ലാലു പ്രസാദ് യാദവിന്റെ ടിക്കറ്റിലാണ്. ലാലു പ്രസാദ് യാദവ് RJD ഉണ്ടാക്കാൻ തന്നെ കാരണം ശരദ് യാദവുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം. ആ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി വേറെ പാർട്ടി ഉണ്ടാക്കിയ ലാലു പ്രസാദ് യാദവിന്റെ പാർട്ടിയിൽ പോയിട്ട് ശരദ് യാദവ് മത്സരിക്കുകയാണ് ബീഹാറിൽ. എന്താ കാര്യം? BJPയെ തോൽപ്പിക്കാൻ ശരദ് യാദവ് RJD ടിക്കറ്റിൽ മത്സരിച്ചാൽ മാത്രമേ ജയസാധ്യതയുള്ളൂ. അതുകൊണ്ട് പോയി മത്സരിക്കുന്നു. നിങ്ങൾ നോക്കൂ, തെലുങ്ക് ദേശം പാർട്ടി TDP തെലങ്കാനയിൽ 17 സീറ്റിലും മത്സരിക്കുന്നില്ല. എന്താ കാര്യം? അവിടെ TRS ജയിക്കാൻ സാധ്യതയുണ്ട്. TRS ജയിച്ചാൽ, അവർ ജയിച്ചു കഴിഞ്ഞാൽ BJPക്ക് പിന്തുണ കൊടുക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് തെലുങ്ക് ദേശം പാർട്ടി 17 സീറ്റിലും മത്സരിക്കാതെ മാറി നിൽക്കുന്നു. കോൺഗ്രസ് മുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. നിങ്ങൾ നോക്കൂ, ഉത്തർപ്രദേശിൽ BSPയും സമാജ്വാദി പാർട്ടിയും സഖ്യത്തിലാണ്. കോൺഗ്രസ് ആ സഖ്യത്തിലില്ല. അഖിലേഷ് യാദവ് പറഞ്ഞു, അമേഠിയിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തില്ല. കാരണം രാഹുൽ ഗാന്ധി തോൽക്കുമെന്ന് ഭയന്നിട്ടല്ല. ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ രാഹുൽ ഗാന്ധിക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ഭൂരിപക്ഷത്തിൽ നിന്ന് ഒരു വോട്ട് കുറഞ്ഞു പോകുമോ എന്ന് ഞങ്ങൾ പേടിക്കുന്നു. മായാവതി പറഞ്ഞു, സോണിയാഗാന്ധി റായ്ബറയിൽ മത്സരിച്ചാൽ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തില്ല. ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ സോണിയാഗാന്ധി തോറ്റുപോകും എന്ന് പറഞ്ഞിട്ടല്ല. ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ സോണിയാഗാന്ധിക്ക് ലഭിക്കാൻ സാധ്യതയുള്ള വോട്ടിന്റെ ഭൂരിപക്ഷത്തിന്റെ ഒരു വോട്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ കൊണ്ട് കുറയാൻ പാടില്ല എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾ നോക്കൂ, ആം ആദ്മി പാർട്ടി മഹാരാഷ്ട്രയിൽ പറഞ്ഞു, അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു, ഞങ്ങൾ ഇത്തവണ മഹാരാഷ്ട്രയിൽ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല. കോൺഗ്രസിന്റെയും NCPയുടെ സഖ്യത്തിന് നിരുപാധികം പിന്തുണ. ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നു എന്ന വാർത്ത പുറത്തു വന്നത്. വാർത്ത പുറത്തു വന്നപ്പോ കേരളത്തിലെ CPM സ്വീകരിച്ച സമീപനം എന്താണ്? സത്യത്തിൽ TDP പറഞ്ഞതുപോലെ അവർ പറയേണ്ടിയിരുന്നത് RSSനെ തോൽപ്പിക്കണം, BJPയെ തോൽപ്പിക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അവർ പറയേണ്ടിയിരുന്നത് ഞങ്ങൾ 20 സീറ്റിലും സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് UDFന് പിന്തുണ കൊടുത്തിരിക്കുന്നു എന്നാണ് പറയേണ്ടത്. അതവർ പറയില്ല, നമുക്കറിയാം. അഖിലേഷ് യാദവ് പറഞ്ഞതുപോലെ, മായാവതി പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചാൽ ആ സീറ്റിൽ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് രാഹുൽ ഗാന്ധിക്ക് പിന്തുണ കൊടുക്കും എന്ന് പറയാനുള്ള മര്യാദയെങ്കിലും CPM കാണിക്കേണ്ടിയിരുന്നില്ലേ? അതും കാണിച്ചില്ല എന്ന് മാത്രമല്ല, രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ചു കളയുന്നതാണ് വീമ്പ്. എവിടെ? വയനാട്ടിൽ 3 ലക്ഷം വോട്ടിന് രാഹുൽ ഗാന്ധി വിജയിക്കുമെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്ന വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ചു കളയുന്നു. അതിനിടയിലാണ് നമ്മളെ പൊന്നാനി പാർലമെന്റ് സ്ഥാനാർത്ഥി അൻവർ പറഞ്ഞു, ഞാൻ ഇവിടുന്ന് ജയിച്ച അവിടെ പോയിട്ട് രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യുന്നു.
അങ്ങനെ പറഞ്ഞ് നാവ് വായിലേക്കിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു എന്ന് കേട്ടത്. അപ്പൊ പത്രക്കാർ ചോദിച്ചു, നിങ്ങൾ അവിടെ പോയിട്ട് വോട്ട് ചെയ്യുന്നൊക്കെ അവിടെ നിൽക്കണ്ട, നിങ്ങൾ ഇവിടെ ജയിക്കണ്ടേ? അത് സംഭവിക്കാൻ സാധ്യതയില്ലല്ലോ. പക്ഷെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സംഗതി ഉണ്ട്. നിങ്ങൾ വയനാട്ടിലെ വോട്ടറാണല്ലോ, നിങ്ങൾ നിലമ്പൂർ മണ്ഡലത്തിലെ വോട്ടറാണല്ലോ, നിങ്ങളുടെ പാർലമെന്റ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധി മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, നിങ്ങൾ വോട്ട് ചെയ്യുമെന്ന് വെച്ചു. അതില്ലെന്നോ? അവിടെ പോയിട്ട് ചെയ്യുന്നു, പാർലമെന്റിൽ പോയി ചെയ്യുന്നു. അത് നടക്കാത്ത കാര്യമാണ്. നടക്കുന്ന കാര്യം എന്താണ്? ഇവിടെ വോട്ട് ചെയ്യുമെന്നാണ്. അതില്ല എന്നാണ് പറയുന്നത്. ഇവര് ആത്മാർത്ഥത എത്രത്തോളം ഉണ്ട്? മുമ്പ് ഒരു പള്ളിയിലച്ഛൻ ഒരു വിശ്വാസിയോട് ചോദിച്ചു, ഇടവകയിലെ ഒരു വിശ്വാസിയോട് ചോദിച്ചു, നിനക്ക് 2 ബംഗ്ലാവ് ഉണ്ടെങ്കിൽ ഒരു ബംഗ്ലാവ് പാവങ്ങൾക്ക് കൊടുക്കുമെന്ന് ചോദിച്ചു. ആ വിശ്വാസി പറഞ്ഞു, ഞാൻ കൊടുക്കും അച്ഛോ, എന്താ സംശയം? എനിക്ക് 2 ബംഗ്ലാവ് ഉണ്ടെങ്കിൽ ഒരു ബംഗ്ലാവ് ഞാൻ പാവങ്ങൾക്ക് കൊടുക്കുന്നു. വീണ്ടും അച്ഛൻ ചോദിച്ചു, കുഞ്ഞാടെ നിനക്ക് 2 കാറുണ്ടെങ്കിൽ ഒരു കാർ നീ പാവങ്ങൾക്ക് കൊടുക്കുമെന്ന് വെച്ചു. ഈ കുഞ്ഞാട് വിശ്വാസി പറഞ്ഞു, എന്താ സംശയം അച്ഛോ, 2 കാർ എനിക്കുണ്ടെങ്കിൽ ഒരു കാർ തീർച്ചയായിട്ടും ഞാൻ പാവങ്ങൾക്ക് കൊടുക്കുന്നു. വീണ്ടും ഈ അച്ഛൻ ചോദിച്ചു, കുഞ്ഞാടെ നിനക്ക് 2 പശു ഉണ്ടെങ്കിൽ ഒരു പശുവിനെ നീ പാവങ്ങൾക്ക് കൊടുക്കുമെന്ന് വെച്ചു. അത് കൊടുക്കൂല അച്ഛോ എന്ന് പറഞ്ഞു. അതെന്താ കുഞ്ഞാടെ? അപ്പൊ ഈ വിശ്വാസി പറഞ്ഞു, അതെനിക്കുണ്ട് അച്ഛോ, അതുകൊണ്ട് കൊടുക്കൂല എന്ന് പറഞ്ഞു. കാറും ബംഗ്ലാവൊന്നും ഇല്ല, ഉള്ളത് 2 പശുവാണ്. ആ പറഞ്ഞതുപോലെയാണ് അൻവർ. ഈ കാപ്പീട് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. ഇവിടെ KT ജലീൽ പറയാണ്, രാഹുൽ ഗാന്ധിയുടെ 7 അയലത്ത് ലീഗിന്റെ കൊടി അടുപ്പിക്കൂല. പിറ്റേന്ന് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നു. DCCയുടെ വയനാട് ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു, പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരെ, നിങ്ങൾ വരുമ്പോൾ ഒരു കാര്യം ചെയ്യണം, ഒരു കൈയിൽ മാത്രം കൊടിയെടുത്താൽ പോരാ, 2 കൈയിലും ലീഗിന്റെ പച്ച പതാകയും ഏന്തിയിട്ട് വേണം നിങ്ങൾ വരാനെന്ന്. വയനാട്ടിൽ മുഴുവൻ പച്ചമയോ. അപ്പൊ ജലീൽ പറയാണ്, കോൺഗ്രസിനെ ലീഗ് പച്ച പതിപ്പിച്ചു. നിങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിൽക്കുകയാ, ഒന്നുകിൽ കൊടി ഇല്ല എന്ന് പറയാ, അല്ലെങ്കിൽ കൊടി ഉണ്ട് എന്ന് പറയാം. ഒരു മനുഷ്യനെതിരെ ആരോപണം വന്ന് അങ്ങനെ വട്ടായി പോവും. എന്താ പറയുന്നത് മൂപ്പർക്ക് തന്നെ തിരിയുന്നില്ല. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമ്പോൾ മൂപ്പര് പറയണത്, എലിമാളത്തിൽ വന്നിട്ടല്ല യുദ്ധം ചെയ്യേണ്ടത്. കൊടിയേരി ഇങ്ങനെ പുലിയാന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് മൂപ്പര് പറയണത്. ആരാ എലി? കൊടിയേരി, പിണറായി എലി. എലിമാളത്തിൽ വന്നിട്ടല്ല യുദ്ധം ചെയ്യേണ്ടത്. ഈ കൂടെ നിൽക്കുന്നവരൊക്കെ മുഴുവൻ എലിന്ന് വിളിച്ച് അധിക്ഷേപിച്ച ഈ മനുഷ്യനെയല്ലേ ഇപ്പൊ ഇവർ താങ്ങി നടക്കുന്നത്. സത്യത്തിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചത് നന്നായി എന്നാണ് എന്റെ അഭിപ്രായം. അല്ലെങ്കിൽ CPM-ഉം BJP 2 പാർട്ടിയാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു പോകുമായിരുന്നു. ഇത് 2ഉം ഒന്നാണെന്ന് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിയോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇവിടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പാർലമെന്റിൽ പോയിട്ട് മുത്തലാഖ് ബില്ലിൽ വോട്ട് ചെയ്തിട്ടില്ല എന്നാണ് ഇവരെ പ്രധാനപ്പെട്ട ആരോപണം. കുഞ്ഞാലിക്കുട്ടി സാഹിബ് പാർലമെന്റിൽ പോയിട്ടില്ല അത്ര. അപ്പൊ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പാർലമെന്റിൽ പോകണം എന്നാണല്ലോ അവരുടെ അഭിപ്രായം. പാർലമെന്റിൽ വോട്ട് ചെയ്യാത്ത വേറൊരു MP ഉണ്ട് കേരളത്തിൽ നിന്ന്. ആരാ MP? MB രാജേഷ് MP. CPM-കാരനാണ്. എന്തേ CPM-കാരനായ MB രാജേഷ് MP മുത്തലാഖ് ബില്ലിൽ പാർലമെന്റിൽ വോട്ട് ചെയ്യാൻ പോകാത്തത്? CPM-കാർ ചർച്ചയാക്കാത്തത്? പോയിട്ട് കാര്യമില്ല. അപ്പൊ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പോയിട്ട് കാര്യമുണ്ടെന്നല്ലേ പറയുന്നത്. ഇനി ചോദിക്കട്ടെ, പാർലമെന്റിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പോയിട്ടില്ലെങ്കിൽ ലീഗിന്റെ അഭിപ്രായം അവിടെ പറയാതെ പോയോ? ലീഗിന്റെ അഭിപ്രായം അവിടെ ആർജവത്തോടെ കൃത്യമായി അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടാണ് മുസ്ലിം ലീഗ് പാർലമെന്റിൽ നിന്നും പറഞ്ഞിപ്പോകുന്നത്. എന്നാൽ CPM എന്ത് നിലപാട് സ്വീകരിച്ചത്? നിങ്ങൾ മുത്തലാഖ് ബില്ലിൽ ഇപ്പൊ വോട്ട് ചെയ്തു എന്ന് പറയുന്നുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, 2017 ഡിസംബറിലാണ് ആദ്യമായി ഇന്ത്യയുടെ പാർലമെന്റിൽ മുത്തലാഖ് ബില്ല് വരുന്നത്. അന്ന് കേരളത്തിലുള്ള MP ഈ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ആരെന്നറിയോ? സമ്പത്ത്, CPM-കാരനാ. എന്താ അദ്ദേഹം പാർലമെന്റിൽ പറഞ്ഞത്? അദ്ദേഹം BJP-യുടെ മുഖത്ത് നോക്കിയിട്ട് പറയാണ്, യുവർ ഇന്റൻഷൻ മേ ബി ഗുഡ്. എന്ത്? നിങ്ങളുടെ ഉദ്ദേശശുദ്ധി നല്ലതാണെന്ന്. എന്ത് കാര്യത്തിൽ? മുത്തലാഖ് ബില്ല് കൊണ്ടുവരുന്ന കാര്യത്തിൽ നിങ്ങളുടെ ഉദ്ദേശശുദ്ധി നല്ലതാണെന്ന്. ആരോടാ പറയുന്നത്? പശുവിന്റെ പേരിൽ അഖിലാഖിനെ കൊലപ്പെടുത്തിയ, ലവ് ജിഹാദിന്റെ പേരിൽ ജുനൈദിനെ കൊലപ്പെടുത്തിയ, പശുവിന്റെ പേരിൽ ജുനൈദിനെ കൊലപ്പെടുത്തിയ, ലവ് ജിഹാദിന്റെ പേരിൽ അഫ്രാഖുൽ ഖാനെ കൊലപ്പെടുത്തിയ 84 പേരെ വിശ്വാസത്തിന്റെ പേരിൽ കൊലപ്പെടുത്തിയ RSS-കാരന്റെ മുഖത്ത് നോക്കിയിട്ട് സമ്പത്ത് MP പറയാണ്, മുത്തലാഖ് ബില്ല് കൊണ്ടുവരുന്ന നിങ്ങളുടെ ഉദ്ദേശമൊക്കെ നല്ലതാണ്, പക്ഷെ ഒരു കുഴപ്പമാണ് ഞാൻ കാണുന്നത്, ഇതിൽ മിനിമം പണിഷ്മെന്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, മാക്സിമം പണിഷ്മെന്റും പറഞ്ഞിട്ടില്ല.
3 കൊല്ലം ശിക്ഷ എന്ന് പറയുന്ന മിനിമം പണിഷ്മെന്റ് പറഞ്ഞിട്ടുള്ളൂ, മാക്സിമം പണിഷ്മെന്റ് പറഞ്ഞിട്ടില്ല. IPCയിലെ എല്ലാ കുറ്റകൃത്യത്തിനും മാക്സിമം പണിഷ്മെന്റ് പറയാറുണ്ട്, ഇവിടെ പറഞ്ഞിട്ടില്ല. മുത്തലാഖ് ബില്ലിൽ അഭിപ്രായം പറഞ്ഞ CPM-ന്റെ നിലപാടാണ്. ലീഗ് നിലപാട് പറഞ്ഞിട്ടുണ്ടോ? ലീഗ് പറഞ്ഞു ആദ്യമൂടി ഈ ബില്ല് പിൻവലിക്കണം. 2017 ഡിസംബറിൽ ഈ ബില്ല് പാർലമെന്റിൽ പാസ്സായപ്പോ ബഹുമാന്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പാർലമെന്റിന്റെ വരാന്തകളിലൂടെ, കോറിഡോറിലൂടെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുടെ സമീപത്തേക്ക് കടന്നു ചെന്നു. രാഹുൽ ഗാന്ധിയെ കണ്ടു. എന്നിട്ട് പറഞ്ഞു ഈ ബില്ല് പാസ്സാകാൻ പാടില്ല. പാർലമെന്റിൽ പാസ്സായി, ശരിയാണ്, പാർലമെന്റിൽ പാസ്സാകും, നമുക്ക് ഭൂരിപക്ഷമില്ല. പക്ഷെ രാജ്യസഭയിൽ കൂടി ഈ ബില്ല് പാസ്സായാൽ ഇത് നിയമമാകും. ഇത് മുസ്ലിങ്ങൾക്കെതിരാണ്, അവരുടെ വിശ്വാസങ്ങൾക്കെതിരാണ്, ശരീഅത്ത് വിരുദ്ധമാണ്. അതുകൊണ്ട് ഈ ബില്ല് പാസ്സാക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബും മറ്റു ഘടകകക്ഷി നേതാക്കളുമായി സംസാരിച്ചു. അങ്ങനെയാണ് രാജ്യസഭയിൽ ഈ ബില്ല് പരാജയപ്പെട്ടത്. CPM-ന്റെ നിലപാടെന്താണ്? സതീദേവി എന്താ പറഞ്ഞത്? മുത്തലാഖ് മാത്രമല്ല, തൊലാഖ് തന്നെ നിരോധിക്കണം. ആരാ സതീദേവി? CPM-ന്റെ മഹിളാ വിഭാഗത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ്. ലീഗിന്റെ നിലപാടിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? തെരഞ്ഞെടുപ്പ് വരുമ്പോ നിങ്ങൾ വന്നിട്ട് പറയാം മലപ്പുറം ഉണ്ടാക്കിയ ഞങ്ങളാണ്. KT ജയിലിൽ മലപ്പുറം ജില്ലയിൽ ഉടനീളം പ്രസംഗിക്കുകയാണ്, മലപ്പുറം ജില്ല ഉണ്ടാക്കിയ ഞങ്ങളാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലോ? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവർ പറയും മലപ്പുറം ജില്ലക്കാർ വർഗീയവാദികളാണ്. അല്ലേ? കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞില്ല, ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM പരാജയപ്പെട്ടപ്പോ എന്താ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത്? മലപ്പുറം ജില്ലയിൽ ഉള്ളടക്കം വർഗീയമാണ്. അരീക്കോട്ട് അവിടെ നാട്ടുകാർ സമരം ചെയ്തപ്പോ, ഗെയിലിനെതിരായി സമരം ചെയ്തപ്പോ എന്താ അവർ പറഞ്ഞത്? 7-ാം നൂറ്റാണ്ടിന്റെ പരിഷ്കൃത ബോധം പേറുന്നവരാണ്. പ്രാകൃത ബോധം, 7-ാം നൂറ്റാണ്ടിന്റെ പ്രാകൃത ബോധം പേറുന്നവരാണ് മലപ്പുറം ജില്ലക്കാർ എന്നല്ലേ പറഞ്ഞത്? എന്ന 7-ാം നൂറ്റാണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു എന്ന് നമ്മൾ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന 7-ാം നൂറ്റാണ്ടിനെ കുറിച്ചാണ് പ്രാകൃത ബോധം എന്ന് ഈ CPM-ന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത്. നിഷേധിച്ചോ CPM? ഈ കുഴപ്പത്തുള്ള നാട്ടുകാർ ദേശീയപാതയുടെ വികസനത്തിനായി സമരം ചെയ്തപ്പോ CPM-കാരനായ മന്ത്രി സുധാകരൻ എന്താ മലപ്പുറം ജില്ലക്കാരെ വിളിച്ചത്? ഭീകരവാദികൾ, തീവ്രവാദികൾ അല്ലേ? തെരഞ്ഞെടുപ്പ് വരുമ്പോ പറയും മലപ്പുറം ജില്ല ഞങ്ങൾ ഉണ്ടാക്കിയത്. ഈ ജില്ല എങ്ങനെ ഉണ്ടായത് അറിയില്ലേ? ചരിത്രം 967-ൽ EMS-ന് മന്ത്രിസഭ ഉണ്ടാക്കാൻ വേണ്ടി ലീഗ് പറഞ്ഞു, ബാഫക്കിതകൾ പറഞ്ഞു പിന്തുണ വരാം. പക്ഷെ കണ്ടീഷൻ ഉണ്ട്. എന്താ കണ്ടീഷൻ? ഞങ്ങൾക്ക് റവന്യൂ അടിസ്ഥാനത്തിൽ മലപ്പുറം ജില്ല ഉണ്ടാക്കണം. സമ്മതിച്ചു EMS, മന്ത്രിസഭ ഉണ്ടാക്കി. ലീഗ് പിന്തുണ കൊടുത്തു, ലീഗ് മന്ത്രിസഭയിൽ ചേർന്നു. പക്ഷെ വർഷം 1 കഴിഞ്ഞപ്പോ EMS-ഓട് ബാഫക്കിതകൾ ചോദിച്ചു, അല്ല മലപ്പുറം ജില്ലന്റെ കാര്യം? EMS പറഞ്ഞു മലപ്പുറം ജില്ലന്റെ കാര്യം. അല്ല ബാഫക്കിതകൾ പറഞ്ഞു നമ്മൾ ചർച്ച ചെയ്ത് തീരുമാനിച്ചല്ലേ മലപ്പുറം ജില്ല ഉണ്ടാക്കുന്നു. ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു EMS. ബാഫക്കിതകൾ പറഞ്ഞു നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ വാക്ക് മാറാൻ പാടില്ല. EMS പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. 4 തവണ ചർച്ച നടത്തി EMS-മായി. 4ാമത്തെ തവണയും EMS അതേ നിലപാടിൽ ഉറച്ചു വന്നു, ഞാൻ വാക്ക് പറഞ്ഞിട്ടേ ഇല്ല. അവസാനം ഗത്യന്തരമില്ലാതെ ബാഫക്കി തങ്ങൾ തന്റെ നീളൻ കുപ്പായത്തിലെ പോക്കറ്റിൽ നിന്ന് ഒരു വജ്രായുധം പുറത്തെടുത്തു. എന്താ വജ്രായുധം? ഒരു ടേപ്പ് റെക്കോർഡറാണ്. ഓൺ ചെയ്ത് കേൾപ്പിച്ചു കൊടുത്തു. EMS-മായി ചർച്ച നടത്തിയപ്പോ ബാഫക്കി തങ്ങൾ മലപ്പുറം ജില്ല ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോ EMS അതിന് സമ്മതിച്ചതിന്റെ ടേപ്പ് റെക്കോർഡർ അവിടെ വെച്ച് ഓൺ ചെയ്ത് കൊടുത്തു. ഈ സ്റ്റിംഗ് ഓപ്പറേഷൻ ഒന്നും തെഹൽക്ക കണ്ടുപിടിക്കുന്നതിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ഇത് കണ്ടുപിടിച്ച നേതാവായിരുന്നു സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളെന്ന് കമ്മ്യൂണിസ്റ്റുകാർ മനസ്സിലാക്കിക്കോ. യൂത്ത് ലീഗുകാരൊക്കെ എപ്പോഴല്ലേ ഫയൽ ചോർത്താൻ തുടങ്ങിയത്? ഞങ്ങളൊക്കെ ഫയൽ ചോർത്തുന്നത് കണ്ടുപിടിക്കുന്നതിന് മുമ്പേ ഈ ഏർപ്പാട് ബാഫക്കി തങ്ങൾ ഞങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. EMS കാലുമാറും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ബാഫക്കി തങ്ങൾ ടാപ്പ് റെക്കോർഡ് ചെയ്ത് വെച്ചത്. അങ്ങനെ ഉണ്ടാക്കിയ ജില്ലയാണ്. തെരഞ്ഞെടുപ്പ് വരുമ്പോ അങ്ങനെ ബീഫ് ഒന്ന് വരട്ടി കൊടുക്കുക, അങ്ങനെ വരട്ടിക്കൊടുത്ത അത് മതി മലപ്പുറത്തെ ന്യൂനപക്ഷങ്ങൾക്ക് എന്ന ചിന്തയാണ് ഇവർ നയിക്കുന്നത്. ഇവർക്ക് ആരാ വോട്ട് ചെയ്യുക? ന്യൂനപക്ഷങ്ങൾ വോട്ട് ചെയ്യോ? സ്ത്രീകൾ വോട്ട് ചെയ്യോ? ഇപ്പൊ ഇന്നും കേട്ടില്ലേ എടപ്പാളിൽ ഒരു നാടോടി ബാലികയെ ആക്രമിച്ച CPM-ന്റെ ഏരിയ കമ്മിറ്റി അംഗത്തെ കുറിച്ച് വനിതാ മതിൽ ഉണ്ടാക്കുകയാണ് അത്ര. നവോത്ഥാനം പുഴുങ്ങി കൊടുക്കുകയാണ് അത്ര. നവോത്ഥാനം ചെറുപ്പുളശ്ശേരിയിൽ കണ്ടു നമ്മൾ നവോത്ഥാനം. PK ശശിയുടെ നവോത്ഥാനം. മുമ്പ് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് ആരോഗ്യമാണ്. അത് കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോ വീണ്ടും നവോത്ഥാനം കണ്ടു. പാർട്ടി ഓഫീസിൽ സ്ത്രീകൾക്ക് രക്ഷയില്ല, MLA ഹൗസിൽ സ്ത്രീകൾക്ക് രക്ഷയില്ല.
വനിതാ മതിൽ സ്ത്രീകൾ വോട്ട് ചെയ്യോ? ഈ പാർട്ടിക്ക് ഞാൻ ചോദിക്കട്ടെ, യുവാക്കൾ വോട്ട് ചെയ്യോ? 3 ആൾക്കല്ലാതെ നാലാമതൊരാൾക്ക് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് തൊഴിൽ കൊടുത്തു എന്ന് പറയാൻ കഴിയും? 3 ആൾക്ക് കിട്ടിയിട്ടുണ്ട്. ഉള്ളതുപോലെ പറയണല്ലോ നമ്മൾ. ഒന്ന് കേട്ടിയില്ല, മൂത്താപ്പന്റെ മോന് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കോഴിക്കോട് കൃഷ്ണനായുടെ സഹോദരപുത്രന് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ AK ബാലന്റെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി കൊടുത്തിട്ടുണ്ട്. 4ാമത് ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടോ? തെളിയിക്കാൻ കഴിയോ? യുവാക്കൾ വോട്ട് ചെയ്യോ? അമ്മമാര് വോട്ട് ചെയ്യോ? ജയരാജനല്ലേ വടകരയിൽ സ്ഥാനാർത്ഥിയാക്കിയത്? ജയരാജൻ ആരാ? ഏത് കേസിൽ അദ്ദേഹം പ്രതി? ഞങ്ങളുടെ പ്രിയപ്പെട്ട ഷുക്കൂറിനെ, 23 വയസ്സുള്ള ഷുക്കൂറിനെ കൊന്ന കേസിലെ പ്രതിയല്ലേ? ആ കൊലക്കേസിൽ പ്രതിയായ ജയരാജനെ നിങ്ങൾ സ്ഥാനാർത്ഥിയാക്കുമ്പോ നിങ്ങൾ എന്ത് വെല്ലുവിളിയാണ് നിങ്ങൾ നടത്തിയത്? ഞങ്ങൾക്കിതൊന്നും പ്രശ്നമല്ല എന്നല്ലേ നിങ്ങൾ പറയണത്? അല്ലേ? ഷാഫിന്റെ കല്യാണം നടത്തി കൊടുത്തത് ആരാ? TP ചന്ദ്രശേഖരന്റെ കൊന്ന കേസിൽ 51 വെട്ടുവെട്ടി കൊന്ന കേസിലെ കോടതി ശിക്ഷിച്ചതാണ്. ആ കൊലപാതക കേസിലെ പ്രതിന്റെ കല്യാണം നടത്തി കൊടുക്കുന്നത് ഷംസീർ MLA. എന്ത് സന്ദേശമാണ് നിങ്ങൾ കൊടുക്കുന്നത്? രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം എന്ത് സന്ദേശമാണ് എന്ന് ചോദിച്ച സഖാവ് പിണറായി വിജയൻ മറുപടി പറയണം. ജയരാജന്റെ സ്ഥാനാർത്ഥിത്വം എന്ത് സന്ദേശമാണ് നൽകുന്നത്? കിർമാണി മനോജിന് രണ്ടാം കെട്ട് കെട്ടാൻ വേറെ തന്നെ ഭാര്യനെ അടിച്ചു മാറ്റിയത് കല്യാണം കഴിച്ചു. ആ പെണ്ണ് ഡോക്ടറാണ് അത്ര. ഞാൻ ചില സ്ഥലത്തൊക്കെ പോയാൽ ഫ്ലക്സ് ബോർഡ് കാണാം, കല്യാണം മുടക്കിയുടെ ശ്രദ്ധയ്ക്ക് ഇരുട്ടത്ത് അടി കിട്ടുന്നു. കാരണം ഒരു പെറ്റി കേസ് പോലും പ്രതിയല്ലാത്ത ചെക്കന്മാർക്ക് പെണ്ണില്ല, കിട്ടുന്നില്ല. ഈ കൊലപാതക കേസിലെ പ്രതിക്ക് വേറെ തന്നെ ഭാര്യ, അത് ഡോക്ടർ. പാർട്ടി ഏർപ്പാട് ചെയ്ത് കൊടുക്കണം. പാർട്ടിക്കാർ വേണമെങ്കിൽ സ്വന്തം ഭാര്യനെ കല്യാണം കഴിച്ചു കൊടുക്കും. കാരണം ഇവർക്ക് ഈ കൊല നടത്തിയ ആളുകൾ എന്ന് പറഞ്ഞാൽ താരപരിവേഷമാണ്. ആ താരപരിവേഷമാണ് ജയരാജനുള്ളത്. ശരത് ലാലിനെ കൃപേഷിനെ നിങ്ങൾ കൊന്നു തള്ളിയില്ലേ? ഞാൻ ശരത് ലാലിനെ കൃപേഷിനെ വീട്ടിൽ പോയിട്ടുണ്ട്. ഉമ്മൻചാണ്ടി സാറിന്റെ കൂടെയാണ് ഞാൻ പോയത്. ശരത് ലാലിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഓർക്കണം, വീട്ടിലേക്ക് കയറുമ്പോ ആ നടപടി 2 ആൾക്ക് ഒരുമിച്ച് നടക്കാൻ കഴിയില്ല. ആ നടപ്പാത എന്ന് പറഞ്ഞ 2 പേര് ഒരുമിച്ച് നിന്നാൽ ആ വീട്ടിലേക്ക് കയറാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരു ഇടുങ്ങിയ വീടെന്ന് പറയാൻ കഴിയില്ല. ഒരു ഓല കൊണ്ട് മേഞ്ഞ ഒരു ഓലക്കുടിൽ. ആ വീട്ടിനകത്ത് 2 കട്ടിലുണ്ട്. ഇലക്ട്രോണിക് ഉപകരണം 2 കാര്യമാണ്. ഒന്ന് ഒരു മിക്സിയും ഒരു ഫാനും. ആ വീട്ടിൽ നിന്നാണ് കൃപേഷ് B.Tech വരെ പഠിച്ചത്. പാസ്പോർട്ട് എടുത്ത് ഗൾഫ് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അവരെയാണ് കൊന്നു തള്ളിയത്. ഉമ്മൻചാണ്ടി സാർ ആ അമ്മയുടെ അടുത്തെത്തിയപ്പോ അമ്മക്ക് സംസാരിക്കണമെന്നുണ്ട്, പക്ഷെ ബോധം വിട്ടു വീണുപോയി. സംസാരിക്കാൻ കഴിഞ്ഞില്ല. അച്ഛനെ വിതുമ്പി കരയുകയാണ്. ആ രംഗം കാണുമ്പോ ആര് കരഞ്ഞു? മുല്ലപ്പള്ളി രാമചന്ദ്ര കരഞ്ഞപ്പോ ആ കരച്ചിലിനെ പോലും കളിയാക്കിയില്ലേ അവര്? ഒരു മനുഷ്യന്മാരാണോ? CH പണ്ട് പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ അതപ്പതിച്ചാൽ മൃഗമാകും, മൃഗം അതപ്പതിച്ചാൽ പിശാചാകും, പിശാച് അതപ്പതിച്ചാൽ കമ്മ്യൂണിസ്റ്റ് ആകും. ആ കമ്മ്യൂണിസ്റ്റുകാർ ഇവരാണ് എന്ന് കേരളത്തിന് ബോധ്യമായില്ലേ? കമ്മ്യൂണിസ്റ്റുകാർ പറയാണ് ശരത് ലാലിനെ കൃപേഷിനെയൊക്കെ കൊല്ലാൻ കാരണം അവർ അടിപിടി കേസിൽ പ്രതിയാണ്. അടിപിടി കേസിൽ പ്രതിയാണെങ്കിൽ കൊലപാതക കേസിൽ പ്രതിയായ ജയരാജനെ നമ്മൾ എന്ത് ചെയ്യണം? ഞങ്ങളെ ഷുക്കൂറിനെ കൊന്ന ജയരാജനെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? TP ചന്ദ്രശേഖരനെ കൊന്ന കേസിൽ 1 കൊല്ലം ജയിലിൽ കിടന്നില്ലേ മോഹൻ മാസ്റ്റർ? ഞങ്ങൾ എന്ത് ചെയ്യണം? കേരളത്തിലെ ആദ്യത്തെ കൊലപാതക കേസിലെ പ്രതി വാടിക്കൽ രാമകൃഷ്ണനെ കൊന്ന കേസിലെ പ്രതിയാണ് ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതെന്ത് ചെയ്യണം? പറയണം. നിങ്ങള് പെരിയയിൽ വോട്ട് ചോദിക്കാൻ പോയി CPI അമ്മമാര് കാത്തുന്നത് കുറ്റിച്ചൂലും പിടിച്ചിട്ടാണ്. പിണറായി വിജയൻ പറഞ്ഞു, ഈ കൊലപാതക രാഷ്ട്രീയം കേരളത്തിൽ അരങ്ങ് തകർക്കുമ്പോ കേരളത്തിലെ സാംസ്കാരിക രംഗത്തുള്ളവരൊക്കെ ചിലർ, എല്ലാവരുമല്ല, CPM-ന്റെ കുയലുത്തുകാരല്ലാത്തവർ രംഗത്ത് വന്നിട്ട് CPM-നെ വിമർശിച്ചപ്പോ പിണറായി വിജയൻ പറഞ്ഞു, ആരുടെയും പേനത്തുമ്പിലും നാവിൻ തുമ്പിലുമല്ല ഈ പാർട്ടി ഉണ്ടായത്. ശരിയാണ് സഖാവേ, CPM ഉണ്ടായത് ആരുടെയും പേനത്തുമ്പിലും നാവിൻ തുമ്പിലുമല്ല. ഈ പാർട്ടി അവസാനിക്കാൻ പോകുന്നത് കേരളത്തിലെ അമ്മമാരുടെ കുറ്റിച്ചൂണിൻ തുമ്പിലാണെന്ന് നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. കുറ്റിച്ചൂലും പിടിച്ചിട്ടാണ് അമ്മമാർ കാത്തുന്നത് CPM-കാരെ. ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം 2 കാര്യമുണ്ട്. കെ മുരളീധരൻ പറഞ്ഞതുപോലെ 1 വോട്ട് ഡബിൾ ആക്ഷൻ. ഒന്ന് നരേന്ദ്രമോദിയെ താഴെയിറക്കാൻ. നരേന്ദ്രമോദിയെ താഴെയിറക്കാൻ എന്ന് പറയുമ്പോ ഈ മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന ആരാ? കേന്ദ്രത്തിൽ നിർണായകമാണ്. UPA-ക്ക് ഒറ്റക്ക് ഭൂരിപക്ഷം കിട്ടണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും അനിശ്ചിതാവസ്ഥയുണ്ട് കേന്ദ്രത്തിൽ, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ആരാ കേന്ദ്രത്തിലേക്ക് പോകേണ്ടത്? ഞാൻ ഓർക്കുകയാണ്, യൂത്ത് ലീഗിന്റെ യുവജനയാത്രയുമായി ബന്ധപ്പെട്ട് ഞാൻ ജ്യോതിരാദിത്യ സിന്ധ്യയെ ക്ഷണിക്കാൻ വേണ്ടി ഞങ്ങൾ പോയി.
അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്തായാലും വരും. വരാൻ കാരണം ലീഗ് മാത്രമൊന്നുമല്ല, എന്റെ അച്ഛനും കുഞ്ഞാലിക്കുട്ടി സാഹിബും തമ്മിലുള്ള ബന്ധം കാരണം എനിക്ക് വരാതിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. മാധവറാവ് സിന്ധ്യ കേന്ദ്രത്തിലെ മന്ത്രിയാകുമ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ദേശീയ രാഷ്ട്രീയത്തിലെ ഒരാളുമായി ബന്ധം ഉണ്ടാക്കുന്നത്? ജ്യോതിരാദിത്യ സിന്ധ്യ പറഞ്ഞു, കേന്ദ്രത്തിൽ മന്ത്രിയായിരിക്കുന്ന സമയത്ത് കേരളത്തിലെ IT മന്ത്രിയുടെ ചുമതലയുണ്ടായിരുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബ് കേരളത്തിൽ കൊണ്ടുവന്ന് കേരളത്തിൽ നടപ്പിലാക്കിയ IT വിപ്ലവം എന്താണെന്ന് ജ്യോതിരാദിത്യ സിന്ധ്യയുടെ അച്ഛൻ മാധവറാവ് സിന്ധ്യയെ പഠിപ്പിച്ചു കൊടുത്തു എന്ന് ജ്യോതിരാദിത്യ സിന്ധ്യ ഞങ്ങളോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇന്ന് കേരളം ചിന്തിക്കുന്നത് നാളെ ഭാവി ഇന്ത്യ നടപ്പിലാക്കുമെന്ന് അന്ന് അച്ഛൻ എന്നോട് പറയാൻ കാരണക്കാരൻ ഈ കുഞ്ഞാലിക്കുട്ടി സാഹിബാണെന്ന് ജ്യോതിരാദിത്യ സിന്ധ്യനോട് പറയുകയുണ്ടായി. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ അഹമ്മദ് സാഹിബിന്റെ അനുസ്മരണ സമ്മേളനം കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിൽ നടക്കുകയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിൽ ശരത് യാദവ് മുതൽ ടാനിഷ് അലി വരെയുള്ള സീതാറാം യെച്ചൂരി അടക്കമുള്ള നേതാക്കന്മാർ ആ വേദിയിലുണ്ട്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആ വേദിയിലേക്ക് കടന്നു വന്നു. അവിടെയുള്ള ദേശീയ നേതാക്കന്മാരെല്ലാവരും കുഞ്ഞാലിക്കുട്ടി സാഹിബ് അദ്ദേഹവുമായി നടത്തിയ സ്നേഹ വായ്പ കണ്ടപ്പോ ദേശീയ രംഗത്തുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരുമായി അദ്ദേഹത്തിനുണ്ടായ ആത്മബന്ധം എത്രത്തോളം ഗാഢമാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ആ പരിപാടിയിൽ പങ്കെടുത്തവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഞാൻ ചോദിക്കട്ടെ, ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണോ വേണ്ടയോ എന്ന ചോദ്യം ഉയർന്നു വരുമ്പോ, മെയ് 23 ശേഷം ഈ രാജ്യത്ത് ആ ചോദ്യം ഉയർന്നു വരുമ്പോ, രാജ്യത്തെ UP പിന്തുണക്കുന്നവർ ആരൊക്കെയാണ് എന്ന എണ്ണമടക്കും ഈ രാജ്യത്തിന്റെ രാഷ്ട്രപതി UP പിന്തുണ കൊടുക്കുന്നവർ, രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായി കൈവക്കുന്നവർ ആരുണ്ട് എന്ന് എണ്ണമെടുക്കുമ്പോ ഘടകകക്ഷികളുടെ എണ്ണം കൂട്ടാൻ ഈ ദേശീയ നേതാക്കന്മാരെ UP കൊണ്ടുവരാൻ ദേശീയ നേതാക്കന്മാരുമായി ബന്ധമുള്ള ഒരാൾ കൂടി കേരളത്തിൽ നിന്നും പോയാൽ അത് കാരണമാകും എന്ന് നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ ഒരാൾ പാർലമെന്റിൽ എത്തണമെന്ന് ഈ മലപ്പുറം പാർലമെന്റ് ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ചെറിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച പോരാ. നമ്മുടെ മത്സരം, നമ്മുടെ മുമ്പിലെ ടാർഗറ്റ് 2009 അഹമ്മദ് സാഹിബിന്റെ ഭൂരിപക്ഷമാണ്, ഉപതെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷമല്ല. 2009 അഹമ്മദ് സാഹിബിന് 1,98,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഈ പാർലമെന്റ് മണ്ഡലം നൽകിയതെങ്കിൽ അതിനേക്കാൾ മികച്ച ഭൂരിപക്ഷം നൽകി കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ വിജയിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കണമെന്ന് മാത്രം പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം പ്രഖ്യാപിക്കുന്നു. അഭിവാദ്യങ്ങൾ. നന്ദി, നമസ്കാരം. ജയ് UDF. അടുത്തതായി സംസാരിക്കുന്നതിന് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തവനൂർ അസംബ്ലിയിൽ നിന്നും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച പ്രിയങ്കരനായ ശ്രീ ഇഫ്തിഖാറുദ്ദീൻ അവர்களാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറെ പ്രിയങ്കരനായ അധ്യക്ഷൻ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയും UDYF നേതാവുമായ പ്രിയപ്പെട്ട